സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചതും ഇനി പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇവിടെ ഒരു ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. തന്നത് എന്താണ്? ഓൾജിബ്രായിക് ഫോം. ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ്? ഇതിലെ കോമൺ ഡിഫറൻസ് എന്താണ് ചോദിച്ചാൽ ചെയ്യേണ്ടത്, എന്നിന്റെ കൂടെ നിൽക്കുന്നത് ആരാണോ അയാളാണ് മക്കളെ എന്ത് കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെ നിൽക്കുന്നത് ആരാണോ അയാളെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ ആരാണ് എന്നിന്റെ കൂടെ നിൽക്കുന്നത്? -5. സോ ആൻസർ ഈസ് -5. വെരി ഈസി ആണ്. കോമൺ ഡിഫറൻസ് ചോദിച്ചാൽ എന്നിന്റെ കൂടെ നിൽക്കുന്ന ആരാണോ അയാളാണ് കോമൺ ഡിഫറൻസ്. എല്ലാവരുടെ കയ്യിലും ക്വസ്റ്റ്യനും ഉണ്ട്. ക്വസ്റ്റ്യൻ ആണ് കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. ആൻസർ ഈസ് വെരി സിമ്പിൾ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 2. മൊത്തം ചെയ്യണില്ല കേട്ടോ, ഇമ്പോർട്ടന്റ് മാത്രം ചെയ്യാണ്. A line is drawn, the line joining the point 3, 8 and 5, 6 as diameter. ഇതാണ് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഡയാമീറ്ററിന്റെ കൂടെ ചെയ്തോളൂ. അതിന്റെ ഡയാമീറ്ററിന്റെ എൻഡുകള് 3, 8ഉം 5, 6ഉമാണെങ്കിൽ ഇതിന്റെ സെന്റർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സെന്റർ ചോദിച്ചാൽ എക്സാമിന് എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്, മിഡ് പോയിന്റ് ആണ് ചെയ്യേണ്ടത്. സെന്റർ എന്ന് പറഞ്ഞാൽ എക്സാമിന് ചെയ്യേണ്ടത് എന്താണ്? മിഡ് പോയിന്റ്. വേഗം ചെയ്തു നോക്കൂ. മിഡ് പോയിന്റ് കാണാൻ വെരി ഈസി ആണ്. 3ഉം 5ഉം ആഡ് ചെയ്യുക. 3ഉം 5ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 8. അതിന്റെ പകുതി എടുക്കുക. ക്ലിയർ അല്ലേ? 3ഉം 5ഉം ആഡ് ചെയ്യുക, അതിന്റെ പകുതി എടുക്കുക. അടുത്തത് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 8ഉം 6ഉം ആഡ് ചെയ്യുക. വാട്ട് ഈസ് 8 + 6? 14. 14/2 എത്രയാണ്? യെസ്. സോ ആൻസർ ഈസ് 4, 7 എന്ന് കിട്ടും. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിന്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നല്ല ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ ഇവിടെ 60 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് മറ്റൊന്നുമല്ല, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30. ക്ലിയർ അല്ലേ? ഇനി അറിയാത്തവര് കൂടെ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്ന് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നുകൂടി പറഞ്ഞുതരാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിട്ടേ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ എന്താ ചെയ്യുക? അതിനെ ഏതോട്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്? √3 കൊണ്ട് ഡിവൈഡ്. ഈ ഓപ്ഷനിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യണം. ഈ താഴെയുള്ള √3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി അല്ലേ? 6 × √3 എത്ര? ഡയറക്റ്റ് ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × √3 എത്രയാണ്? 6 √3. √3 × √3 എത്രയാണ്?
3. √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. സോ ഈ 6ഉം 3യും കട്ട് ചെയ്യും. ആൻസർ എന്താ വരിക? 2√3. ആൻസർ എന്നുള്ളത് 2√3 എന്നാണ് വരിക. ക്ലിയർ ആണോ? ചെയ്യേണ്ട പ്രോസസ് എന്താ? പഠിച്ചു വെച്ചോളൂ. എങ്ങനെയാണ് കാണുക? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്നാൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എങ്ങനെ കാണുക? അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിട്ടേ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. പഠിക്ക്, എന്നാലേ കിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞ എന്താ ചെയ്യേണ്ടത്? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിട്ട് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ അതിനെ എന്താ ചെയ്യുക? എന്നിട്ട് ഈ √3 പോകാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഇൻറ്റു √3 6√3. √3 ഇൻറ്റു √3 3. 6/3 എത്രയാണ്? 2. സോ ആൻസർ 2√3 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇത് നല്ല ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. ഓക്കെ, പല ആളുകൾക്കും ഇത് കിട്ടൂല. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതൊരു ട്രയാങ്കിൾ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ തരുന്നത്. ഇതൊരു ട്രയാങ്കിൾ. ഇത് 30, ഇത് 60, ഇത് 90. ഇവിടെ 5 ആണ്. ഇവിടെ എത്ര കരം? 5√3. ഇവിടെയോ 10. ഇത് ഈസിയാണ് അല്ലേ? പക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ്? ഡിഫിക്കൽട്ടാ. എന്നാ ഞാൻ ഒന്നും കൂടി തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തരുന്നതാണ് ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തരുന്നതാണ് ഡിഫിക്കൽട്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ 3 തന്നു. ഈ AB എങ്ങനെ കാണുക? നിങ്ങളൊന്ന് പറഞ്ഞ. AB എങ്ങനെ കാണുക? 3/√3. √3 പോവാൻ എന്താ ചെയ്യുക? ഇൻറ്റു √3/√3. മുകളിൽ എന്താ വരിക? 3√3/√3 ഇൻറ്റു √3 3. 3യും 3യും കട്ട് ചെയ്തു. ആൻസർ എന്ത് വരും? √3 എന്ന് വരും. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയോ? ഇത് എക്സാമിന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 13, 16 ഒന്ന് ഈസിയാണ്. എക്സാമ്പിൾ 1 വെരി ഈസി. ബട്ട് വാട്ട് അബൌട്ട് എക്സാമ്പിൾ 2? ടഫ് ആണ്. സോ എക്സാമിന് ഏതാ ചോദിച്ചത്? ഈസി ആണോ ടഫ് ആണോ ചോദിച്ചത്? ടഫ്. സെക്കൻഡ് ടൈം. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതില് APB എത്രയാണ്? ഈ APB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? ഈ ആംഗിളും ഇവിടെ കിടക്കുന്ന ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180. അപ്പൊ ഇവിടെ ഏതേക്കാരം കൊടുക്കണ്ട്? 70. കാരണം ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 180. സോ ആംഗിൾ APB എത്രയെന്ന് ചോദിച്ചാൽ 180യിൽ നിന്നും ആ 110 മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണ് മക്കളെ അത് എന്ത് കിട്ടിയത്? 70 കിട്ടിയത്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ 110ന്റെ കൂടെ ഏത് കൂട്ടിയാലാണ് 150 കിട്ടുക നോക്കിയത്? അതിൽ ചെയ്തോളൂ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തോളൂ, നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററുകൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് കിട്ടൂല. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 5. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മക്കളെ, ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ കിടക്കുന്ന 2 നമ്പറുകളില്ലേ, അത് ആഡ് ചെയ്താൽ ഈ എക്സിന്റെ ഒപ്പമുള്ള ആളെ കിട്ടണം. എന്താ ചെയ്യേണ്ടത്? ഈ 2 നമ്പർ ആഡ് ചെയ്താൽ
എക്സിന്റെ ഒപ്പമുള്ള ആളെ കിട്ടണം. ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും കിട്ടണം. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ടോ നോക്കാദ്യം. കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്താലാണ് ഈ എക്സിന്റെ ഒപ്പമുള്ള ആളെ കിട്ടുക. എക്സിന്റെ ഒപ്പമുള്ള ആളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് നമ്പറുകളെ ആഡ് ചെയ്യണം. ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 6 പ്ലസ് -2 ഒന്ന് പറഞ്ഞ. 6 പ്ലസും മൈനസും അടുത്ത് വന്ന ഏതെടുക്കുക? -2. സോ വാട്ട് ഈസ് ആൻസർ? 4. ക്ലിയർ അല്ലേ? എന്താ ചെയ്ത പ്രോസസ് എന്ന് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ഇത് പ്രീ മോഡലിലും സി പാർട്ടിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. സിമ്പിൾ എക്സിന്റെ കൂടെയുള്ള ആളാണ് കെ. ആ കെ കിട്ടാനേ ഇവിടെ ഉള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? എന്നാ ഞാൻ ഇങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻ തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇങ്ങനത്തെ വേറെ ക്വസ്റ്റ്യൻ കൂടി തരാം. അനദർ എക്സാമ്പിൾ തരാം. x² പ്ലസ് kx ഈസ് kx പ്ലസ് 10. x² പ്ലസ് kx പ്ലസ് 10 is equal to what is k? 7. കണ്ടോ? കോൺസെപ്റ്റ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സിമ്പിൾ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സോ what is k? 7. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് കിട്ടുക. ചിലപ്പോൾ അവിടേക്കാരം കെ കൊടുക്കുക, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കെ കൊടുക്കുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കെ. ക്ലിയർ അല്ലേ? എന്നാൽ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. x² പ്ലസ് 9x m എന്തേലൊക്കെ വരാം. ഓക്കെ, m what is m? മക്കളെ ഇവിടെ m എന്താണ്? ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്തതാണ്. ക്ലിയർ ആണോ? ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ ആൻസർ എത്രയാണ്? 20. m എന്നുള്ളത് 20 ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? പോളിനോമിയലിന്റെ ബേസ് ആണത്. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ അരിതമെറ്റിക് സീക്വൻസ്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ചാപ്റ്റർ ആണ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് വാരിക്കോരി ക്വസ്റ്റ്യൻ ഉണ്ടാവും. നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. യെസ്, വേറെയും കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. നമ്മൾ മൊത്തം ചെയ്യാൻ പോയാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ നമ്പർ 10. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ഉണ്ടാവും. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 10. നേരെ നോക്കിയിരുന്നോളൂ, ഇങ്ങോട്ട് മാത്രം നോക്കിയിരുന്നോളൂ, ഇതിന്റെ കൂടെ ചെയ്തോളൂ. ചെയ്യാൻ തുടങ്ങി കേട്ടോ. 8th ടേം ആണ് എന്ത്? 23. അടുത്തത് 11th ടേം ആണ് 27. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിക്കറും? 8 കഴിഞ്ഞ് 11 അടുത്തത് ഏതാ? ഇതാണ് ലോജിക്ക്. ഏതാ? 14 ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അടുത്തത് ഏതാ? 17. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നോക്ക്. വെയിറ്റ്. അപ്പൊ വേഗം ചെയ്താ നിങ്ങളൊന്ന് സ്വന്തം കണ്ടുപിടിച്ച 23 27 ആയി. ഇനി എന്താവുക? പറ 23 27 4 കൂടിയത്. 27ന്റെ കൂടെ 4 കൂടിയല്ലോ എത്ര? 31. മനസ്സിലായോ?
അടുത്തത് എത്ര കൂടുക? 35. പക്ഷെ ഇവിടെ ചോദിച്ചത് 5th. അപ്പൊ ബാക്കിലേക്കും പോരണം. എന്താ ഇവിടെ എത്ര വരിക? 27 23 ഇനി എന്താ വരിക? 4 കുറയാണ്. എത്ര വരിക? 19. കണ്ടോ? സിമ്പിൾ. സോ എ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ആൻസർ? 5th ടേം എത്രയാണ്? 19. ക്ലിയർ അല്ലേ? 17th ടേം എത്രയാണ്? 17th ടേം പറ മക്കളെ. 35. ഓക്കെ അല്ലേ? 24 ടേംസിന്റെ സമ്മ് കാണാൻ എന്താടാ ചെയ്യേണ്ടത്? ഞങ്ങൾ കുറെ പ്രാവശ്യം പഠിപ്പിച്ചു തന്നതാണ്. 24 ടേംസിന്റെ സമ്മ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 24 ടേംസിന്റെ സമ്മ് കാണാൻ എന്താ ചെയ്യേണ്ടത്? 24/2 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? 24 ടേംസിന്റെ സമ്മ് കാണാൻ ചോദിച്ചാൽ 24/2 എന്ന് എഴുതുക. എന്നിട്ടോ ഫസ്റ്റ് ടേമും എഴുതുക, ലാസ്റ്റ് ടേമും എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു മാല ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഇതിൽ 25 കിട്ടണ ആരേലും ഉണ്ടോ നോക്ക്. ഇതിൽ 25 കിട്ടണ ആരേലും ഉണ്ടോ? ഏതാ? 17ഉം 8ഉം. ഒന്നുമില്ലെങ്കിൽ ഇതെടുക്കാം. അല്ലെ ഇത് പറ്റൂലേ? ഇതിട്ടൂലേ? ഇതിലേതെടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല. ഇതിന് പകരം ഇതിലേതെടുക്കാം. സോ 24/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 12. ക്ലിയർ അല്ലേ? x1 + x24 അതിന്റെ പകരം എന്താ എഴുതുക? 27 + 31 എന്ന് എഴുതാം. അല്ലെങ്കിൽ 23 + 35 എന്ന് എഴുതാം. 23 + 35 എന്ന് എഴുതാം. വേഗം ചെയ്ത് നോക്കൂ. 12 അതുപോലെ എഴുതുന്നു. 23ഉം 35ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 23ഉം 35ഉം ആഡ് ചെയ്താൽ എത്രയാണ്? ചെയ്തു നോക്കൂ മക്കളെ. എത്രയാണ് പറഞ്ഞ? 58. ആ 58നെ ഏതോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ 696 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണോ? ഇത് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇന്ന് രാവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, അതിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട് ഇല്ലേ? ഇന്നലെ രാത്രി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, അതിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് പവർഫുൾ ക്വസ്റ്റ്യൻ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചോളൂ. ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. സോ നെക്സ്റ്റ് ഇത് ഇന്ന് രാവിലെ എങ്ങനെ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഓർമ്മല്ലേ? എങ്ങനെ ബി കണ്ടുപിടിക്കുക? ഇതിലെങ്ങനെ ബി കണ്ടുപിടിക്കുക? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വര വരച്ചു, ഓർമ്മല്ലേ? ഇങ്ങനെയും ഒരു വര വരച്ചു. എങ്ങനെയാണ് ബി കണ്ടുപിടിക്കുക? ഈ സി തന്നിട്ടുണ്ട്. ഈ 6 എവിടെ എഴുതുക? നേരെ താഴെ 6. ക്ലിയർ ആണോ? ഈ 4 എവിടെ എഴുതുക? വൈയില് നേരെ ഇവിടെ 4. ഓക്കെ അല്ലേ? ഈ 2 1 2 എവിടെ എഴുതും? 1 എവിടെ എഴുതും? 2 എക്സിലാണ് 2. എക്സ് ആക്സിസിൽ. എക്സ് ആക്സിസ് പറഞ്ഞതാണ് അല്ലെ? 1 എവിടെ എഴുതുക? ഇവിടെ. ഇനി ഒന്ന് പറഞ്ഞ ബി ബി എന്തായിരിക്കും വരിക? 6 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്. സോ 6 1. ക്ലിയർ അല്ലേ? ഡി എന്താ വരിക? 2 4. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഡയഗണൽ കാണാൻ, ലെങ്ത് കാണുക. എയും സിയും എന്നുള്ള ഈ ഡയഗണലിന്റെ ലെങ്ത് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലെങ്ത്. മക്കളെ എ തന്നിട്ടുണ്ട് 2 1, സി തന്നിട്ടുണ്ട് 6 4. ഇത് തമ്മിലുള്ള ലെങ്ത് റൂട്ടൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കൂലേ?
ഒന്ന് വേഗം കണ്ടുപിടിച്ച 6 നിന്ന് 2 മൈനസ് ചെയ്യുക. ഇതങ്ങനെ 6 നിന്ന് 2 മൈനസ് ചെയ്യുക 4. 4 നിന്ന് 1 മൈനസ് ചെയ്യുക 3. വേഗം ചെയ്ത് നോക്കൂ. ലെങ്ത് കാണുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ കാണണ്ടത്? ലെങ്ത് കാണുക എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് കേട്ടോ. സോ ആൻസർ 4 സ്ക്വയർ. വാട്ട് ഈസ് 4 സ്ക്വയർ? 16. വാട്ട് ഈസ് 3 സ്ക്വയർ? 3 സ്ക്വയർ 9. 16 plus 9 root 25. What is root 25? 5. ബുദ്ധിമുട്ടുണ്ടോ? ഇത് സിമ്പിൾ അല്ലേ? ക്ലിയർ ആയി മനസ്സിലായോ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനെ പറയുന്ന പേരാണ് ലെങ്ത്. ലെങ്തിനെ പറയുന്ന വേറൊരു പേരാണ് ഡിസ്റ്റൻസ്. ഇക്വേഷൻ ഓഫ് ലൈനിലെ റേഡിയസ് കാണാൻ പറഞ്ഞ എന്താ കാണണ്ടത്? ഡിസ്റ്റൻസ്. അതും വരും കേട്ടോ. യെസ്. ഇക്വേഷൻ ഓഫ് സർക്കിളിൽ റേഡിയസ് കാണാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, വെരി സിമ്പിൾ. ഒരു പാരലോഗ്രാം ഉണ്ട് ഇവിടെ. അത് കാണാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട്. ഇതിന്റെ 4th വെർട്ടെക്സ് ആണ് ബി. ഈ ബി കാണണം. എങ്ങനെയാണ് ബി കാണുക? കണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസുകളെല്ലാം എന്താണ്? റിപ്പീറ്റഡ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ പലതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. ഇവിടെ എങ്ങനെ ബി കാണുക? ഈ ബിയുടെ അടുത്തുള്ള എക്സുകൾ ആരൊക്കെ നോക്കുക. ഒന്നാരാ? 4. അടുത്തതാരാ? 5. 4ഉം 5ഉം കൂട്ടുക എത്ര? 9. ഈ ബിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 6 മൈനസ് ചെയ്യുക എത്ര? 3. മനസ്സിലായില്ല? മനസ്സിലായോ? ഈ ബിയുടെ അടുത്തുള്ള 4ഉം ബിയുടെ അടുത്തുള്ള 5ഉം കൂട്ടുക. ബിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 6 മൈനസ് ചെയ്യുക. 5ഉം 4ഉം 9. 9 6 മൈനസ് ചെയ്ത 3. അങ്ങനെയാണെങ്കിൽ ഇതിലെ വയ്യോ നിങ്ങൾ കണ്ടുപിടിച്ച പറഞ്ഞോ. 3ഉം 2ഉം കൂട്ടിയാൽ എത്ര? 5. 5 നിന്ന് 6 കുറച്ച എത്ര? -1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സിമ്പിൾ 3 5ആയി. ഇവിടെ നോക്കിക്കോട്ടോ. 3 5ആയി. 3 5ആയിട്ടുണ്ട്. 5 ഇനി എന്താവുക? 7. അരിത്തമെറ്റിക് സീക്വൻസ് പോലെ 3 5ആയി. 5 ഇനി എന്താവുക? 7. -1 2ആയി. 3 കൂടി. കണ്ടോ, ഇപ്പൊ 5ന്ന് 3 കുറച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്? 2 കിട്ടിയത്. ആ 2ആണ് ഇവിടെ കൂട്ടിയത്. മനസ്സിലായോ? 3 5ആയി. 5 7ആയി. അങ്ങനെയാണ് ഇനി ഒന്ന് പറഞ്ഞ എന്താവുക? -1 2ആയി. 2 എന്താവുക? എത്രയാവുക? -1 2ആയി. 2 എന്താവുക? എത്രയാണ് കൂടിയത്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കിയാൽ മതി? 3 കണ്ടോ, 2ന്ന് -1 കുറച്ച 3 അല്ലേ? ഇപ്പൊ 2ന്റെ കൂടെ 3 കൂട്ടിയാൽ മതി 5. മറ്റേവും ചെയ്യാം. യെസ്. സോ ഇവിടെ എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ 7 6ആയി. 1 കുറഞ്ഞു. ഇനി എന്താവുക? 5ആയി. സിമ്പിൾ. 7 6 5. സിമ്പിൾ അല്ലേ? 5 6 എടാ, LKG ക്വസ്റ്റ്യൻ. 5 6 7. സിമ്പിൾ. എല്ലാത്തിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. സോ അങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, ആൻസർ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ബി എത്രയാണ്? 3 -1. അടുത്തത് സി എത്രയാണ്? 7 5. അടുത്തത് പിന്നെ ഏതാ? എ എത്രയാണ്? 5 7. ഇത് ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? ഈ മാർക്ക് കിട്ടുമോ?
എന്താ പാരലോഗ്രാമിന്റെ ഫോർത്ത്? ഇനി വേണമെങ്കിൽ ഇതൊക്കെ ഒരു പാരലോഗ്രാം ആക്കിയിട്ടും ചെയ്യാട്ടോ, അങ്ങനെ ചെയ്യാനും കുഴപ്പമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് തോന്നുന്നു. നേരെ ശ്രദ്ധിച്ചോ. ഒരു സർക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക ചെയ്യേ. സർക്കിള്, ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 5. ഇത് മുതൽ ഇതുവരെ 5 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 5 0. എന്തായിരിക്കും കോർഡിനേറ്റ്? 5 0. ഇതുവരെ എന്താ ഇവിടുത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? -5 0. ഇതാണ് ഇന്റർസെക്റ്റ് എക്സ് ആക്സിസ് എന്നോ കട്ട് എക്സ് ആക്സിസ് എന്നൊക്കെ ചോദിച്ചാലേ ഇതാണ് എഴുതേണ്ടത്. ഇന്റർസെക്റ്റ് എക്സ് ആക്സിസ് എന്നോ കട്ട് എക്സ് ആക്സിസ് എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ ആൻസർ എന്താണ്? കട്ട് എക്സ് ആക്സിസിന്റെ ആൻസർ എന്താണ്? ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞ? -5 0 5 0 ആണ് ആൻസർ. ഇനി ഇവിടെ ചോദിച്ചിട്ടില്ല എങ്കിലും ഞാനൊന്ന് പറയാണ്, കട്ട് വൈ ആക്സിസിന്റെ ആൻസർ എന്താ? ഇവിടെ ഇതാണ് കട്ട് വൈ ആക്സിസ്. ഇവിടെ എന്താ വരിക? 0 5 0 -5 ആയിരിക്കും വരിക. 0 5 0 -5 ആയിരിക്കും വരിക. റെഡിയല്ലേ? ക്ലിയർ ആണോ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളെ, 3 ഇതിലെ പോയിന്റ് ആണോന്ന് ചോദിച്ചാലേ ഈ ഒറിജിനായ 0 0 അല്ലേ? ഒറിജിന്റെ പേര് 0 0 എന്നാണ് കേട്ടോ. ഈ ഒറിജിനായ 0 0യും 3 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. അത് റേഡിയസിനേക്കാൾ കൂടുതൽ ഇട്ടുകയാണെങ്കിൽ എവിടെയായിരിക്കും? ഔട്ട്സൈഡ്. റേഡിയസിനേക്കാൾ കുറവ് ഇട്ടുകയാണെങ്കിൽ എവിടെയായിരിക്കും? ഇൻസൈഡ്. റേഡിയസ് ഇട്ടുകയാണെങ്കിൽ എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ. ഒന്നും കൂടി പറയാം. ഈ 3 2 ഇതിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചാലേ ചെയ്യേണ്ട പ്രോസസ് എന്താ? ഈ ഒറിജിനും ഒറിജിനും 3 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് റേഡിയസിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്ന് കണ്ടുപിടിച്ചാ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ വേഗം കണ്ടുപിടിച്ച് നോക്ക്. ഡിസ്റ്റൻസ് ഒന്ന് വേഗം കണ്ടുപിടിക്കുക. 3 0 മൈനസ് ചെയ്ത് എത്ര? 3. 2 0 മൈനസ് ചെയ്ത് എത്ര? 2. വേഗം ചെയ്ത് നോക്ക്, എത്ര കിട്ടുന്ന നോക്ക്. പറ. 3 സ്ക്വയർ ആൻസർ എത്ര? 9. 2 സ്ക്വയർ 4. √13. ഈ √13 എന്ന് പറയുന്നത് ഈ റേഡിയസ് 5നേക്കാൾ കുറവാണോ കൂടുതലാണോ? കുറവാണ്. എങ്ങനെ കുറവാണെന്ന് മനസ്സിലായി? റേഡിയസ് എന്ന് പറഞ്ഞാല് √25. റൂട്ടിന്റെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ റേഡിയസ് 5 എന്നുള്ളത് റൂട്ടാക്കി എഴുതിയാൽ √25. ഇത് √25നേക്കാൾ എന്താ കുറവാണെങ്കിൽ അത് എവിടെയായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും. റേഡിയസിന് അവിടെ എഴുതി വെച്ചോളൂ, റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും, റേഡിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ എവിടെയായിരിക്കും? ഔട്ട്സൈഡ്. അപ്പൊ ഈ പോയിന്റ് എവിടെയാണ്? ഇത് എവിടെയാണ്? ഇൻസൈഡ് ആണ്. ക്വസ്റ്റ്യൻ ഇത് പോയിന്റ് ആണോ എന്നാ ചോദിച്ചത്. ആണോ? അല്ല. ഇതെന്തല്ല? 3 2 ഈസ് നോട്ട് എ പോയിന്റ്. 3 2 ഈസ് നോട്ട് എ പോയിന്റ്. വൈനില്ലതിന്റെ റീസൺ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? √25നേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് പോയിന്റ് അല്ല. യെസ്. നേരെ മറിച്ച് ഇവിടെ ആൻസർ √25 ആണ് കിട്ടിയിരുന്നെങ്കിലോ ഈക്വൽ ആണ്. അപ്പൊ റേഡിയസിനോട് ഈക്വൽ ആണെങ്കിൽ അത് എന്താണ്? പോയിന്റ് ആവും. ഇനി മക്കളെ
ഇതിലെ ആക്സിസിലല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് എഴുതാൻ റേഡിയസ് 5 ആണ് കിട്ടേണ്ടത് അല്ലേ? ഇവിടെ എന്ത് പോയിന്റ് ചെയ്താലാണ് 5 കിട്ടുക? പൈതഗോറിയൻ ട്രിപ്ലറ്റ് അറിഞ്ഞമായി ഡിസ്റ്റൻസ് 5 വരാൻ ഏത് രണ്ട് നമ്പറുകളാണ് ചെയ്യേണ്ടത്? 3ഉം 4ഉം. സോ അനദർ പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ 3, 4. ഓക്കെ, 3, 4 എഴുതിയാൽ മതി. കാരണം പൈതഗോറിയൻ ട്രിപ്ലറ്റിലെ 5 ഏതാ വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 5 ഏതാ വരുന്നത് നോക്കിയാൽ മതി. 3, 5. ഇനി വേണമെങ്കിൽ 3, 5 ഇവിടെ -3, 5 അങ്ങനെയൊക്കെ എന്തെങ്കിലും എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, 3, 4 അനദർ പോയിന്റ് ചോദിച്ചാൽ 3, 4. കാരണം എന്താ? അത് എന്തുകൊണ്ടാണ് 3, 4 ഈ സർക്കിളിലായതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒറിജിന് 0, 0 അല്ലേ? 3, 4 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചപ്പോ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് 3, 4 ആണ്. ഈ ഓയെ കണ്ടുപിടിച്ച് എത്ര വരിക? 3 - 0 3, 4 - 0 4. ഇത് ചെയ്ത എത്ര വരിക? 9, 16. ആൻസർ എന്ത് വരും? √25. എന്ത് വരും? 5. സോ ഇത് എവിടെ വരിക? റേഡിയസ് കിട്ടിയാൽ അത് എവിടെ വരിക? ഓൺ ദ സർക്കിൾ ആണ് വരിക. സോ ഓൺ ദ സർക്കിളിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇതിന് പൈതഗോറിയൻ ട്രിപ്ലറ്റ് അറിഞ്ഞാൽ മതി. 5 വരികയാണെങ്കിൽ ഹൈപ്പോട്ടനസ് 5 വരണമെങ്കിൽ 3, 4 ഞാൻ പൈതഗോറിയൻ ട്രിപ്ലറ്റ് മൊത്തം എഴുതി തന്നിട്ടുണ്ട്. ആ ഒരു വരി എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഓരോ കോർണറും ബുക്കിനെ പഠിക്കണം എന്ന് കണ്ടോ. ആ ഒരു നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതിയൊരു കോർണർ ഇല്ലേ, അതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. മനസ്സിലായോ? 5 ഹൈപ്പോട്ടനസ് വരണമെങ്കിൽ മറ്റേ 2 ഏതാ എടുക്കേണ്ടതെന്ന്? 3, 4. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ റേഡിയസ് 10 ആണെന്ന് വിചാരിച്ചോ. ഏതെടുക്കണ്ട്? റേഡിയസ് 10 ആണെങ്കിൽ ഏതെടുക്കണ്ട്? അതും പഠിക്കണം. 6, 8 എടുക്കണ്ട്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് 6, 8 വന്നാലാണ് 10 വരിക. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ഇതവിടെ നിൽക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, വേഗം കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുക. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നോ? ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞത് എന്താണ്? നല്ല ഇമ്പോർട്ടന്റ് ആണ്. വരക്കാൻ അറിയില്ലേ? ഇങ്ങനെയാണ് വരക്കുക. എക്സ് ആക്സിസ് വരക്കുക. ഇതിപ്പോ വരക്കണ്ട, അത് കഴിഞ്ഞിട്ട് വരച്ചാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് വരച്ച് കാണിച്ചാൽ മതി എല്ലാ ആളുകളും. ഇവിടെ 5, 3 എങ്ങനെ മാർക്ക് ചെയ്യാന്നറിയില്ലേ? 5, 3 എങ്ങനെ മാർക്ക് ചെയ്യാന്നറിയില്ലേ? എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് 5 താഴെ 5 ഇവിടെ 3, 5, 3. ഈ 5, 3 മാർക്ക് ചെയ്യാൻ അറിയാം. അടുത്തത് 0, 3 എവിടെ മാർക്ക് ചെയ്യാം? ഇതാണ് 0, 3. ക്ലിയർ അല്ലേ? അടുത്തത് ഏതാ? -2, -1. -2, -1. അടുത്തത് 3, -1. ഇത്രയും മാർക്ക് ചെയ്യാം. എങ്ങനെ ഇതിന്റെ ഏരിയ ആണ്? ഇതിന്റെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എങ്ങനെ നോക്കുക? നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ സ്കെയിൽ എടുത്തിട്ട് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പൊ എത്ര ബേസ് വരിക? 5. മനസ്സിലായോ? കണ്ടോ, ഇത് മുതൽ ഇതുവരെ എത്ര ലെങ്ത് ഉണ്ട് എന്ന് സ്കെയിൽ എടുത്താൽ മെഷർ ചെയ്താൽ മതി. കാരണം ഒറിജിനൽ ഫിഗർ വരക്കണം, അപ്പൊ സ്കെയിൽ ചെയ്ത് മെഷർ ചെയ്താൽ മതി. ഇവിടുത്തെ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നോക്ക്. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, 4. നിങ്ങളൊന്ന് സ്വന്തം കണ്ടുപിടിച്ച് അതിന്റെ ഏരിയ എത്രയാണെന്ന്. എത്ര? 20. ഏരിയ 20. ഇതിന്റെ ഏരിയ മറ്റൊന്നുമല്ല, ഏരിയ എന്നുള്ളത് 20. ബുദ്ധിമുട്ടില്ലല്ലോ? അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടോ. ട്രിഗണോമെട്രി ആണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയില്ല, ചെയ്തു നോക്കാം കേട്ടോ. കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രിഗണോമെട്രി. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 13-ൽ B ആണ് തോന്നുന്നു. 13-ൽ B ആണ് തോന്നുന്നു. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാലേ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു 30, 60, 90ന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു. കറക്റ്റ് ജോയിൻ ചെയ്യിപ്പിക്കണ്ടോ? കറക്റ്റ് താഴേക്ക് വരക്കണം. ഞാൻ വരച്ചത് ശരിയാവണില്ല. കറക്റ്റ് താഴേക്ക് വരക്കണം. റെഡി? ഇത് മുതൽ ഇതുവരെ 40 ആണെങ്കിൽ റേഡിയസ് എത്രക്കാരം? 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര? അതെങ്ങനെ അതും 4 ആയത്? OA എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. റേഡിയസുകൾ 4 അല്ലേ? മനസ്സിലായോ?
ഇവിടെ 30 വരും അല്ലെ, ഇവിടെ 90 വരും. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 90ക്ക് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 2. 60ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 2√3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എങ്ങനെ പറയുക? ഇതുവരെ 2ഉം ഇതുവരെ 2√3. എന്താ പേര്? 2√3. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ 2ഉം ഹൈറ്റ് 2√3 വന്നാൽ കോർഡിനേറ്റ് എന്താണ്? 2√3. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 2√3 എന്നാ വരിക. ക്ലിയർ ആണോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ എന്താ വരിക? ഇവിടെ ഇത് രണ്ടും പോസിറ്റീവാ വരിക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ രണ്ടും പോസിറ്റീവാ. ഇവിടെ എന്താ? ഇവിടെ എന്താ? മൈനസും പ്ലസും ആ വരിക. ഇവിടെ എന്താ വരിക? മൈനസും മൈനസും. അങ്ങനെയാണെങ്കിൽ ഈ 2√3 ഇവിടെ എത്തുമ്പോ എന്താവും? -2√3. റെഡിയല്ലേ? സോ എ ബിയുടെ ലെങ്ത് പറയാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ ബിയുടെ ലെങ്ത് ഈസിയാണ്. ഈ ഒ എ എന്ന് പറഞ്ഞ റേഡിയസ് 4 ആണ്. ഒ ബി എന്ന് പറഞ്ഞ റേഡിയസ് എന്ത് തന്നെ ആയിരിക്കും? 4. അങ്ങനെയാണെങ്കിൽ എ ബി എത്രയെന്ന് പറഞ്ഞാൽ ഇതുവരെ 4 ഉണ്ട്, ഇതുവരെ 4 ഉണ്ട്. എ ബി എത്രയായിരിക്കും? 8. ഇതൊക്കെ LKG ലെവൽ ക്വസ്റ്റ്യനാ. ഇവിടെ റേഡിയസ് 4, ഇവിടെ റേഡിയസ് 4. ടോട്ടൽ എത്രയാണ്? എത്രയാണ് പറടാ? 8. ഇത് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ഏതുമായിട്ട് കമ്പൈൻ ചെയ്തു വന്നു? കോർഡിനേറ്റുമായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കണം കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇത് പഠിക്കാൻ സമയം തരാം, ഡോണ്ട് വറി. ഓക്കെ. യെസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ ചെയ്തെന്നാണ്. 1 മുതൽ 30 വരെ വരികയാണെങ്കിൽ എങ്ങനെയാണ് സമ്മ് കാണുക? 30 × 31/2. 1 മുതൽ 30 വരെ വരികയാണെങ്കിൽ ഒന്നും നോക്കണ്ട, 30 × 31 ചെയ്യുക /2 ചെയ്യുക. 30നെയും 31നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 30ഉം 31ഉം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ ഈ 30നെ 2 ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ വരിക? 15 വരും. 15 × 31 ചെയ്താലും മതി. 15 × 31 ചെയ്താൽ ആൻസർ കിട്ടും. എത്ര? വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ചെയ്തോളൂ കേട്ടോ മക്കളെ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിച്ചിരുന്നോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾജിബ്രായിക് ഫോം തന്നിട്ട് സമ്മ് ചോദിച്ചാലേ നേരെ നോക്കിയിരുന്നോ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓൾജിബ്രായിക് ഫോം ചോദിച്ച് സമ്മ് ചോദിച്ചാൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്നറിയോ? ഈ xn അതേപോലെ എഴുതി 2n+1. മനസ്സിലായോ? ഇനി ഇതെന്താക്കണം? സമ്മാക്കണം. എന്താക്കണം? സമ്മാണ് ആക്കണ്ടത്. എങ്ങനെ ഇത് സമ്മാക്കുക? ഈ xn മാറ്റിയിട്ട് എന്താക്കണം? sn ആക്കണം. എങ്ങനെയാണ് xn sn ആക്കുക? ഇതങ്ങനെയാണ്. ഈ 2 അതുപോലെ എഴുതുക. ഇതുവരെ ബുദ്ധിമുട്ടുണ്ടോ? n എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കണം? n × n+1/2 കൊടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചേ പറ്റുള്ളൂ. എക്സാമിന് എന്തായാലും ചോദിക്കും. എന്താ ചെയ്ത്? n-ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? n × n+1/2. 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കണം? 1n എന്ന് കൊടുക്കണം. ഇവിടെ 4 ആണെങ്കിൽ എന്താ കൊടുക്കണ്ടത്? 4n. 3 ആണെങ്കിൽ എന്താ കൊടുക്കണ്ടത്? 3n. ഇതിൽ ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക? 2ഉം 2. വേഗം ചെയ്ത് നോക്ക്. എന്താ വരിക? n × n × 1 പറഞ്ഞ n × n എന്താ? n². n × 1 1n അല്ലേ? n × 1 എന്ന് പറഞ്ഞാൽ 1n. പിന്നെ ഇവിടെ വീണ്ടും ഒരു 1n എവിടെ തട്ടി? ലാസ്റ്റത്തെ. വേഗം ചെയ്തോ. n² + 1n + 1n 2n.
ഇതാണ് SN. പക്ഷെ നമ്മളോട് എത്ര ടേംസിന്റെ സമ്മ ചോദിച്ചത്? 30. അപ്പൊ എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം? എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം? 30. എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം? 30. സോ S30 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? S30 എങ്ങനെയാണ്? 30 സ്ക്വയർ പ്ലസ് 2 into 30. ക്ലിയർ അല്ലേ? 30 സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ 9. 2 0 ഇട്ട് കൊടുക്കുക. 2 into 30 60. സോ ആൻസർ എന്ത് കിട്ടും? ഇങ്ങനെ ചെയ്യാതെ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ പഴയ മെത്തേഡ് ചെയ്യാം. ഏതാ? ഇങ്ങനെ ഇല്ലാതെ വേറെ ഏത് രൂപത്തിൽ ചെയ്യാം? നമ്മളെ പഴയ മെത്തേഡ് ഏതാ? നമ്മളെ പഴയ മെത്തേഡ് ഒന്ന് പറഞ്ഞ 30 ടേംസിന്റെ സമ്മ കാണാനുള്ള മെത്തേഡ് എന്താ? S30. പറ. S30. ഒന്നും അറിയില്ല, ഇത് എഴുതി വെക്ക. S30 30/2. പറ. X1 പ്ലസ് X30. പറയാൻ പറ്റില്ലേ? X1 ഉം X30 ഇതിൽ കണ്ടുപിടിക്കുക. എങ്ങനെ X1 കണ്ടുപിടിക്കുക? X1 എന്ന് പറഞ്ഞാൽ ഈ എന്നിന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? എടാ എന്നിന്റെ അവിടെ എന്ത് കൊടുത്താൽ മതി? 1. 2 into 1 2 പ്ലസ് 1. ആൻസർ എത്ര? 3. അടുത്തത് X1 കണ്ടുപിടിച്ചു. അടുത്ത എങ്ങനെ X30 എങ്ങനെ കണ്ടുപിടിക്കുക? എന്നിന്റെ അവിടെ എന്ത് കൊടുക്കണം? 30. 2 into 30 60. 60 പ്ലസ് 1 61. ഇനി ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഒന്ന് പറഞ്ഞ S30 പറ. 15 into 3 പ്ലസ് 61. 15 into 64. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 15 into 64 എത്ര കിട്ടും? 960 കിട്ടും. ഇതായിരിക്കും നിങ്ങൾ പഠിച്ച മെത്തേഡ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാം. ഈ മെത്തേഡോ ഈ മെത്തേഡോ. ഈ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ അല്ലേ? സെറ്റ് അല്ലേ രണ്ടാമത്തെ മെത്തേഡ്? ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ രണ്ടാമത്തെ മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇതാണോ ഈസി? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ഈസി? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാട്ടോ. ഒന്നാമത്തെയാണോ കാരണം ഇവിടെ സം ഓഫ് n ടേംസ് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതിനെ പറയുന്ന പേര് സം ഓഫ് n ടേംസ് എന്നാണ് കേട്ടോ. സം ഓഫ് n ടേംസ്. ഇത് രണ്ടും കൂടി എക്സാമിന് എഴുതി വെക്കണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ബുദ്ധിമുട്ടുണ്ടോ? ഇത് നേരെ മനസ്സിലായോ? യെസ്. അടുത്തത് ചെയ്യല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്തത് ഓൾജിബ്രായിക് ഫോം. ഒരിക്കലും ഞാൻ ചെയ്തു തരൂല. ചെയ്തോ. എത്രയാണ് ഓൾജിബ്രായിക് ഫോം കിട്ടിയത്? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. xn ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? dn പ്ലസ് f മൈനസ് d. d നില്ലോടത്ത് എന്ത് എഴുതണ്ട്? d നില്ലോടത്ത് എന്ത് എഴുതണ്ട്? 4n പ്ലസ് f 6 minus d 4. So what is the answer? ഈ ആൻസർ കിട്ടിയിരുന്ന യോഗിക്കാം. ഇനിയാണ് മക്കളെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ എന്തിനാ പഠിക്കാൻ പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലാവും. എത്ര ടേംസ് ആഡ് ചെയ്താലാണ് 850 കിട്ടുക എന്ന് വെച്ചാൽ ഈ സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോഴും അത് പഠിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഇതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഞാനത് പഠിപ്പിച്ചു തന്നതാണ്. ഈ xn മാറ്റിയിട്ട് എന്താക്കണം? Sn ആക്കണം. എങ്ങനെ Sn ആക്കുക?
മക്കളെ മനസ്സിലായോ? കണ്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? റിപ്പീറ്റഡ് അല്ലേ ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് സമ്മാക്കുക? നിങ്ങൾ പറ. 4 എഴുതി എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? വെരി ഗുഡ്. n ഇൻറ്റു n ബൈ 2. ഇനി മരിച്ചാലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലല്ലോ. 2 എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ മക്കളെ കൊടുക്കേണ്ടത്? വെരി ഗുഡ്, മറ്റൊന്നുമല്ല 2n കൊടുക്കണം. ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 4ഉം 2ഉം കട്ട് ചെയ്യണം. വേഗം കട്ട് ചെയ്തോ. 4ഉം 2ഉം കട്ട് ചെയ്ത എന്താ ആൻസർ വരിക? 2n. ഈ 2n-നെയാണ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2n ഇൻറ്റു n 2n സ്ക്വയർ. 2n ഇൻറ്റു നോക്ക് 2n ഇൻറ്റു n മനസ്സിലായില്ല? 2n ഇൻറ്റു n 2n സ്ക്വയർ. 2n ഇൻറ്റു 1 എത്ര? 2n പ്ലസ് 2n. വേഗം ചെയ്യും. 2n സ്ക്വയർ പ്ലസ് 4n. മനസ്സിലായോ? ഇതാണ് 880. ഇന്ന് രാവിലെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇതാണ് 880. ഇതാണ് 880. ഏത്? ഈ 2n സ്ക്വയർ പ്ലസ് 4n ആണ് 880. എന്നിട്ട് സ്ക്വയർ കംപ്ലീഷനോ ക്വാഡ്രാറ്റിക് ഒക്കെ ചെയ്തിരുന്ന ഓർമ്മല്ലേ? ക്വാഡ്രാറ്റിക് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. ക്വാഡ്രാറ്റിക് അല്ലാതെ കിട്ടുമോന്ന് ട്രൈ ചെയ്യുക. ഇത് ക്വാഡ്രാറ്റിക് അല്ലാതെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്ക്വയർ കംപ്ലീഷനിലേക്ക് എത്തിക്കാം. എങ്ങനെയെന്നറിയോ? ഇതിലെല്ലാ ടേംസിനെയും ഏതോട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ ടേംസിനെയും ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. എല്ലാ ടേംസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2n സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? n സ്ക്വയർ. 4n ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2n ഈക്വൽ ടു 880. ഇനി എന്ത് മെത്തേഡാണ്? 880 അല്ല, എന്താണ്? വെരി ഗുഡ്, 440. ഇനി ചെയ്യുന്ന മെത്തേഡിന്റെ പേരെന്താ? നമ്മളിവിടെ ഒരു മെത്തേഡ് ചെയ്യണം. ആ മെത്തേഡിന്റെ പേരെന്താ? സ്ക്വയർ കംപ്ലീഷൻ. ഇനി ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് സ്ക്വയർ കംപ്ലീഷൻ. സ്ക്വയർ കംപ്ലീഷൻ ആണ് മക്കളെ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുക? n സ്ക്വയർ എഴുതുക, 2n എഴുതുക, 440 അതേപോലെ എഴുതുക. രണ്ട് സൈഡിലും ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ എന്നിന്റെ ഒപ്പമുള്ള ആളില്ലേ 2, അതിന്റെ പകുതിയുടെ സ്ക്വയർ. മനസ്സിലായോ? എന്നിന്റെ ഒപ്പം ആരാണോ വരുന്നത്, ഈ എന്നിന്റെ ഒപ്പം ആരാണോ വരുന്നത് അതിന്റെ പകുതി ആരാ നോക്കുക? 1 സ്ക്വയർ. ഇവിടെ ആൻസർ എത്ര വരിക? 1. ആ 1 സ്ക്വയർ ഇപ്പുറത്ത് ചെയ്യണം. സോ ആൻസർ വേഗം ചെയ്ത് നോക്ക്. n പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 441. സ്ക്വയർ പോകുമ്പോ എന്താ സംഭവിക്കുക? n പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 441. ഒന്ന് പറഞ്ഞ എത്രയാണ് 441ന്റെ റൂട്ട്? 21. വേഗം ഒന്ന് n കണ്ടുപിടിച്ചു. നിങ്ങളൊന്ന് സ്വന്തം പറഞ്ഞതിൽ n എത്ര? വെരി ഗുഡ്. n എത്രയാണ്? 20. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണോ? ഞാനല്ല പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത്. എന്തുകൊണ്ട്? കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വാഡ്രാറ്റിക് വെച്ച് ചെയ്താൽ കിട്ടുമോ? ഇത് ക്വാഡ്രാറ്റിക് വെച്ച് ചെയ്താൽ കിട്ടുമോ? ഇത് മൈനസ് പി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a വെച്ച് ചെയ്താൽ കിട്ടുമോ? കിട്ടായൊന്നുമില്ല. കുറെ ചെയ്താൽ കിട്ടും കുറെ നേരം. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം അത് എന്തിലേക്ക് പറ്റുമെന്നാ നോക്കേണ്ടത്? സ്ക്വയർ കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കുക. യെസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സമ്മും പ്രൊഡക്റ്റും കണ്ടിട്ടുണ്ടോ? സമ്മും പ്രൊഡക്റ്റും കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?
പല ക്വസ്റ്റ്യൻസും ഇതേ മോഡൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ഇല്ലേ? യെസ്. സോ മക്കളെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. സമ്മ 30 വരുന്ന രണ്ട് നമ്പേഴ്സ് ചോദിച്ചാൽ ഒന്നും നോക്കരുത്. ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? 15 പ്ലസ് എക്സും 15 മൈനസ് എക്സുമാണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. സമ്മ 30 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ചോദിച്ചാൽ 15 പ്ലസ് എക്സും 15 മൈനസ് എക്സുമാണ് എടുക്കേണ്ടത്. സമ്മ 40 വരുന്ന രണ്ട് നമ്പേഴ്സ് പറഞ്ഞ 20 പ്ലസ് എക്സും 20 മൈനസ് എക്സും. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് എത്രയെന്നാ പറഞ്ഞിട്ടുള്ളത്? 216. സോ എങ്ങനെ ഇതിന്റെ പ്രൊഡക്റ്റ് കാണാം? ഇത് രണ്ടും എന്ത് ചെയ്യണം? ഇത് രണ്ടും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. വേഗം ഇൻറ്റു ചെയ്തോ. ഇത് രണ്ടും ഇൻറ്റു ചെയ്തോ. എങ്ങനെ ഇൻറ്റു ചെയ്യാം? 15 പ്ലസ് എക്സും 15 മൈനസ് എക്സും ഇൻറ്റു ചെയ്താൽ ആൻസർ 216. കാരണം ഇവിടെ പ്രൊഡക്റ്റ് 216 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? സോ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിലാ. എങ്ങനെയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്യുക? എ സ്ക്വയർ, അതായത് 15 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 216. റെഡി അല്ലേ? ഇനി ഒന്നും നോക്കണ്ട. എക്സ് സ്ക്വയർ ഇവിടെ എഴുതുക. സോറി, ഒരു ലൈനും കൂടി എഴുതിയിട്ട് എഴുതിയാൽ മതി. 15 സ്ക്വയർ എത്രയാണെന്ന് അറിയോ? 15 സ്ക്വയർ എത്രയാണ്? 225. 225. സോ എങ്ങനെ എക്സ് സ്ക്വയർ കാണുക? 225 216 മൈനസ് ചെയ്യുക. വേഗം ചെയ്ത് നോക്ക്. എത്ര കിട്ടണ്? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 അല്ലേ? 9. എക്സ് എന്താ കിട്ടുക? റൂട്ട് 9. വാട്ട് ഈസ് എക്സ്? ഇതില് ഇട്ട് കൊടുത്തിട്ടില്ല ആൻസർ കിട്ടൂല കേട്ടോ. 15 പ്ലസ് എക്സ് ആൻസർ എത്ര? 15 പ്ലസ് 3 എത്ര? 18. 15 മൈനസ് 3 ഇതിനാണ് 4 മാർക്ക്. ഇത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? മോഡൽ എക്സാം ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിപ്പോ ഇന്ന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചെയ്ത അത് പല മോഡലും എവിടെയും കിടക്കുന്നുണ്ട്. സോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടുന്ന് പഠിച്ചിട്ട് പോയാൽ മതി. എത്ര സമയം വൈകിയാലും കുഴപ്പമില്ല, പഠിച്ചിട്ട് പോയാൽ മതി. യെസ്. അടുത്തത് വേഗം എടുത്തോ, ക്വസ്റ്റ്യൻ എടുത്തോ. എത്രാമത്തെ ക്വസ്റ്റ്യനാ നോക്ക്. യെസ്. എങ്ങനെയാണ് ഇത് ചെയ്യുക? പ്രൊഡക്റ്റ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. പോളിനോമിയലിലെ ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ ശ്രദ്ധിച്ചോട്ടോ. P of x is equal to x square minus 9x minus 36. ആഡ് ചെയ്താൽ എന്താ കിട്ടേണ്ടത്? ആഡ് ചെയ്താൽ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? -9. മനസ്സിലായോ? ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. കേക്ക് കൊടുത്തിട്ട് ഓർമ്മല്ലേ? ഇല്ലേ? അതേ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടണ്ടത്? 36 കിട്ടണം. രണ്ട് നമ്പർ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? -9 മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടണം. ഏതാണ് രണ്ട് നമ്പറിന് എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നുമില്ലെങ്കിൽ ക്വാഡ്രാറ്റിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധി വേണം. 36 മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താലും 36 കിട്ടുക? 12 ഇൻറ്റു 3. സോ 12 ഇൻറ്റു 3 ആണ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 36 കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായി? ഇതൊക്കെയാണ്. പക്ഷെ ഇതൊക്കെയാണോ? അപ്പൊ ഇവിടെ സിമ്പിൾ മാറ്റി കൊടുക്കുക. 12ന്റെ ഇവിടെ സിമ്പിൾ മാറ്റി കൊടുക്കുക. 12 ഇൻറ്റു എന്ത്? സോറി, ഇവിടെ -36 ആണ്. -36 അല്ലേ? സോ സിമ്പിൾ മാറ്റി കൊടുത്തു നോക്ക്. എന്താ കിട്ടുക?
12 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -36 കേട്ടോ അല്ലേ. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാന്നറിയോ, ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ മുമ്പ് പഠിപ്പിച്ചൊരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെയാണ് a - b കാണുന്നത്. എങ്ങനെ ഇതിൽ a - b കാണുക, ഓർമ്മ ഉണ്ടോ? എന്താണ് a+b ഹോൾ സ്ക്വയർ -4ab. ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഇങ്ങനെ ചെയ്താലും മതി. a+b ഹോൾ സ്ക്വയർ എത്ര? -9 സ്ക്വയർ. പറടാ 81. 4ab 4 ഇൻറ്റു -36. മനസ്സിലായോ? സോ 81 അതുപോലെ എഴുതി. 4 ഇൻറ്റു 36 എത്ര? 144. 144 81 കൂട്ടിയാൽ എത്ര? 225. 225ന്റെ റൂട്ട് എത്ര? 15. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എങ്ങനെ പ്ലസ് ആയത്? 2 മൈനസുകൾ. ഇനി ചെയ്യാൻ വെരി സിമ്പിൾ ആണ്. a+b കിട്ടി എത്ര? -9. a-b എത്ര കിട്ടിയത്? 15. ഇതെങ്ങനെ a കാണുക? a കാണാൻ നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ്, ആ 2 നമ്പറുകൾ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. ഒന്ന് പറഞ്ഞ 15 വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ഇന്നഡ് വേണ്ട. 15 9 കുറച്ച് എത്രയാണ്? 6. 6/2 എത്ര? 3. b കാണാൻ എന്താ ചെയ്യുക? ആ 2 നമ്പറുകൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, ബൈ 2 ചെയ്യുക. വേഗം മൈനസ് ചെയ്യുക. ആ 2 നമ്പറുകൾ മൈനസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് പ്ലസ് ചെയ്താൽ മതി, എന്നിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. എത്ര കിട്ടുക? -12. ഇപ്പൊ കിട്ടിയത് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ കിട്ടിയത് എന്താണ്? പ്രൊഡക്റ്റ്. എങ്ങനെ ഇതിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക ഒന്ന് പറഞ്ഞ. p(x) = x + 3x - 12. കണ്ടോ? ഈ 3 എഴുതുക, ഈ -12. ഇതിന്റെ സൊല്യൂഷൻ ആണ് അടുത്ത ചോദിച്ചത്. സൊല്യൂഷൻ ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സൊല്യൂഷൻ എങ്ങനെ സൊല്യൂഷൻ കാണുക? ഈ എയും ബിയും എന്താണോ കിട്ടുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുന്നതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? സൊല്യൂഷൻ. എയും ബിയും കിട്ടിയതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? സൊല്യൂഷൻ. ഇത് കഴിഞ്ഞത് പഠിക്കണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ലേറ്റ് ആയോ? ഇല്ലല്ലോ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുക്കിലുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ബുക്കിലുണ്ടോ? a+b a-b ഒക്കെ കാണണേ ഉണ്ട്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 7 കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോടാ? ഇല്ല. ഇത് നിങ്ങളെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ ഇത് ചെയ്തിരുന്നില്ല. 1x എടുക്കുക, 1x + 7 എടുക്കുക. ഒന്നൊന്നിനേക്കാൾ കൂടുതൽ പറഞ്ഞാലും കുറവ് എന്നൊക്കെ പറഞ്ഞാലും ഒക്കെ എന്തെടുത്താൽ മതി? s + 7. ഏരിയ എത്രയാണ്? ഇങ്ങനെ 1/2 × x × x + 7 = 60 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യൂലേ? യെസ്. ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഈസി ആണ് കേട്ടോ. യെസ്. ഈ ക്വസ്റ്റ്യൻ പ്രൂഫ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലേ എടാ ഈ പിക്ചർ വരച്ചു വെച്ചാൽ മാർക്കായി. ഈ പ്രൂഫ് ചോദിച്ചാൽ ഏതാണ് പ്രൂഫ് എന്നറിയോ? 19 ബി പ്രൂഫാണ്. 19 എ പ്രൂഫ് നിങ്ങളെ നോട്ടിലുള്ള പ്രൂഫാണ്. 19 ബി പ്രൂഫാണ് ഞാൻ പറയുന്നത്. 19 ബി പ്രൂഫ്. 19 ബി. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസിനും ഇൻ റേഡിയസും പറഞ്ഞാലേ ചെയ്യേണ്ടത് ഇതാണ്ടോ മക്കളെ. ഈ പിക്ചർ എങ്ങനെ വരയ്ക്കുക എന്ന് പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. ഈ പിക്ചർ അങ്ങോട്ട് ഇതിൽ വരച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ പഠിച്ചു വെച്ചോ. ഈ പിക്ചർ അങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി. ആദ്യം എന്താ വരക്കണ്ട്? ട്രയാങ്കിൾ വരക്കുക. ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിലൊരു സർക്കിൾ വരക്കുക, പുറത്തൊരു സർക്കിൾ വരക്കുക. ആദ്യം എന്താ വരക്കണ്ട്? കഴിഞ്ഞു. ആദ്യം എന്താ വരക്കണ്ട്? ട്രയാങ്കിൾ. വെറുതെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ. കറക്റ്റ് മെഷർമെന്റ് ഒന്നും വേണ്ട.
വെറുതെ. ഇനി എന്താ ചെയ്യണ്ട്? ഇക്വലേറ്റർ ട്രയാങ്കിൾ വരച്ചാൽ പിന്നെ വേണ്ട വേണ്ട ഇതുവരെ വരച്ചു. ഇനി എന്താ ചെയ്യണ്ട്? ഉള്ളിലൊരു സർക്കിൾ വരയ്ക്കുക, പുറത്തൊരു സർക്കിൾ വരയ്ക്കുക. ഇതിനാണ് 3 മാർക്ക്. റെഡിയല്ലേ? 3 മാർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് എഴുതി വെക്കണം. ഇതെല്ലാം എത്ര എഴുതി വെക്കുക? 60 60. ഇവിടെ 30 30 ആക്കുക. എന്തുകൊണ്ട് അതൊക്കെ 60 ആയത്? ഇക്വലേറ്റർ. ഇനി ഇങ്ങനെ എഴുതി വെക്കണ്ട്, ഈ 30യുടെ ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് എത്ര 6 വരും? 2R വരും എന്ന് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുക. OP എന്നുള്ളത് 6 ആണ്, OB എന്നുള്ളത് 2R ആണ്. ഇപ്പൊ എന്താ കിട്ടിയത്? ഇൻറേഡിയസ് 6 ആണ്. കണ്ടോ? ഈ OP നില്ലിനെ പറയുന്ന പേര് ഇൻറേഡിയസ് എന്നാണ്. എന്താ പറയാ? ഇൻറേഡിയസ്. മറ്റേന് എന്താ പറയാ? സർക്കം റേഡിയസ്. സർക്കം റേഡിയസ്. ഒന്നൊന്നിന്റെ ഡബിൾ ആണോ അത്? ഒന്നൊന്നിന്റെ ഡബിൾ ആണെന്നോ അല്ലെങ്കിൽ ഹാഫ് ആണോ എന്നൊക്കെ ആയിരിക്കും പ്രൂവ് ചെയ്യണ്ട്. ആണോ? ആണോ? ഒന്നൊന്നിന്റെ ഹാഫ് ആണോ? ആണോ? 2Rന്റെ ഹാഫ് ആണോ? 6ന്റെ ഡബിൾ ആണോ അത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നതിന്റെ കുട്ടികൾ എന്താ വരച്ചേക്കേണ്ടത്? പിക്ചർ വരച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ 6 എന്നും ഇവിടെ 2R എന്ന് എഴുതി വെച്ചാൽ 3 മാർക്ക് ഫ്രീ. സിമ്പിൾ. പക്ഷെ ഇപ്പൊ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കിട്ടൂല, അല്ലെങ്കിൽ മറക്കൂലേ. ആദ്യം എന്തതിന് വരക്കണ്ട്? ഇതിൽ ആദ്യം എന്താ വരക്കണ്ട്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആദ്യം ആര് ചെയ്യും നോക്കാം. ആദ്യം ആര് ചെയ്യും നോക്കാം. ദിസ് ഈസ് എ കോമ്പറ്റീഷൻ. സ്റ്റാർട്ട്. എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നോ? യെസ്. വേഗം ചെയ്തോളൂ. വേഗം ചെയ്യ്. സ്പീഡിൽ ചെയ്യും. പേരിട്ട് കൊടുക്കുക. ABC എന്നൊക്കെ കൊടുക്കട്ടെ. നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് കൊടുക്കാം. ഇക്വേഷൻ ഇതാണ്. R² - D² ഈസ് ഈക്വൽ ടു AC ഇൻറ്റു CB. R² എന്ന സ്ഥലത്ത് R² എന്ന് തന്നെ എഴുതണം. എന്താണ് ഇതിലെ D? ഇതിലെ D എന്താ? D എന്ന് പറഞ്ഞാൽ എന്താ? 2. സോ വാട്ട് ഈസ് 2²? 4. D² ചെയ്യേണ്ടത്. D എന്ന് പറഞ്ഞാൽ 2 ആ. 2ന്റെ സ്ക്വയർ 4. AC എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത്? 4. CB എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത്? 3. ക്ലിയർ അല്ലേ? സോ R² - 4. 4 into 3 എത്ര? 12. R² ഇവിടെ നിർത്തി, 12 ഇവിടെ എഴുതി. ഈ -4 ഇങ്ങോട്ട് വന്ന എന്താ വരിക? +4. സോ R² ഈസ് ഈക്വൽ ടു 16. ഇതെങ്ങനെ 6 കാണുക? R ഈസ് ഈക്വൽ ടു √16. What is R? What is R? 4. നിർബന്ധമായിട്ട് ചെയ്ത് പഠിച്ചോളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണോ? അല്ലേ? ആണോ? ഇത് എന്തുകൊണ്ടാ തെറ്റിയത്? ഇത് തെറ്റരുത്. കാരണം ഇത് ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. ഇതൊരു പണിയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി ആണ്. നല്ല പണിയുണ്ട്. ഇപ്പൊ ചെയ്യണോ? നല്ല പണിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്യണോ? ചെയ്യാം. മനസ്സിലാവാത്തൊരു നാളെ പഠിക്കുക കേട്ടോ. ഇതാ, കാരണം നാളെ ചിലപ്പോൾ ഇത് പറയാൻ സമയം കിട്ടൂല. ഇതില് ഓയാണ് കാണേണ്ടത്. ഈ 40 നേരെ ശ്രദ്ധിച്ചോട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ട്രിഗണോമെട്രി ആണെങ്കിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ 40ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാ കാണേണ്ടത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് കാണണം. ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷനാ? ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാ?
സൈൻ. സോ സൈൻ 40 ആണ് കാണേണ്ടത്. എങ്ങനെയാണ് സൈൻ 40? എന്താണ് സൈൻ 40യുടെ ഇക്വേഷൻ? എന്താണ് സൈൻ 40യുടെ ഇക്വേഷൻ? ഓപ്പോസിറ്റ്. ആരാണ് ഓപ്പോസിറ്റ്? ഓ എ. ഹൈപ്പോട്ടനസ് ആരാ? ഹൈപ്പോട്ടനസ് ആരാ? 5. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? ഒ എ ഇസ് ഈക്വൽ ടു സൈൻ 40 ഇൻറ്റു 5. സൈൻ 40 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. എത്രയെന്ന് അറിയോ? 0.6 കേട്ടോ. ഇത്ര എഴുതി വെച്ചാൽ മതി, ചെയ്യണ്ട കേട്ടോ. ഇത്ര എഴുതി വെച്ചാൽ മതി. വെയിറ്റ് ഇത്ര എഴുതി വെക്കുക. ഇതുവരെ മനസ്സിലായില്ലേ? ബാക്കി ഞാൻ പറയാം. വെയിറ്റ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് ഏതാ കാണുന്നുണ്ട്? ഇപ്പൊ നമുക്ക് ഒ എ ആണ് കിട്ടിയത്. അടുത്തത് ഏതാ കാണുന്നുണ്ട്? ഒ ബി. ഒ ബി എന്ന് പറഞ്ഞാല് 40യുടെ അഡ്ജസന്റ് ആണ്, അടുത്തുള്ളതാണ്. അടുത്തുള്ളതാണല്ലോ ഇക്വേഷൻ. ഏതാ അഡ്ജസന്റ് ഉള്ള ഇക്വേഷൻ? ഏതാ? കോസ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് ഉള്ള ഇക്വേഷൻ ഏതാണ്? കോസ്. സോ എങ്ങനെ ചെയ്യാം? കോസ് 40 എന്നാ കോസ് 40 ആണല്ലോ ഇക്വേഷൻ. കോസിന്റെ അടുത്തുള്ളത് ആരാ? അടുത്തുള്ളത് ഒ ബി അല്ലെങ്കിൽ ബി ഒ. ഹൈപ്പോട്ടനസ് ആരാ? 5. നിങ്ങളിതൊന്ന് ക്രോസ് ചെയ്താ, ഒന്ന് ക്രോസ് ചെയ്തിട്ട് പറഞ്ഞ. ക്രോസ് ചെയ്താ ഒ ബി is equal to cos 40 ഇൻറ്റു 5. കോസ് 40 എത്രയാണ്? കോസ് 40 എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും 0.7 ഇൻറ്റു 5. ഒ എഫ് എത്ര കിട്ടിയത്? ഈ എ സി എങ്ങനെ കാണുക? ടോട്ടൽ എ സി എങ്ങനെ കാണുക? ടോട്ടൽ എ സി എങ്ങനെ കാണുക? ടോട്ടൽ എ സി എങ്ങനെ കാണുക? അതിന് 2 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ ഒ എ കിട്ടീന് 2 മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എ സി കിട്ടൂലേ? മനസ്സിലായില്ല? എ ഒ കിട്ടി നമുക്ക്, ഒ എ കിട്ടി നമുക്ക്. എ ഒ എന്താ അവിടെ കിട്ടിയില്ലേ? അതിന് 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എ സി എങ്ങനെ കിട്ടുക? 2 ഇൻറ്റു ഒ എ ചെയ്താൽ മതി. 2 ഇൻറ്റു ഒ എ ഒന്ന് പറഞ്ഞ. 2 ഇൻറ്റു ഒ എ എങ്ങനെ? 2 ഇൻറ്റു 0.6 ഇൻറ്റു 5. ഇതിൽ 2ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ആൻസർ കിട്ടുക? 10. 10 ഇൻറ്റു 0.6 എത്ര? 10 ഇൻറ്റു 6 60 അല്ലേ? ഒരു പോയിന്റ് മാറ്റിയിടുക. മനസ്സിലായോ? ആ ഇതിനു വേണ്ടിയിട്ട്. കാരണം ഇവിടെ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. യെസ്, ഒരു കുഴപ്പമില്ല. അടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞ ഇനി ഏതാ കാണാന്? ബി ഇ എങ്ങനെ കാണുക? ഇതേപോലെ ഒന്ന് പറഞ്ഞ. ബി എങ്ങനെ കാണുക? ബി ഇ 2 ഇൻറ്റു 2 ഇൻറ്റു ഒ ബി. വേഗം ചെയ്തോ, ഇതേപോലെ ചെയ്യേ. 5 ഇൻറ്റു 2 10. 10 ഇൻറ്റു 0.7 എത്ര? പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പോയിന്റ് എടുത്തിട്ടുള്ളൂ. ഒന്നിലധികം പോയിന്റ് എടുത്താലോ ചെറിയ ആൻസറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. മക്കളെ, ഈ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് ഓർമ്മ ഉണ്ടോ? ഇതിൽ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താ ഓർമ്മ ഉണ്ടോ? റേഡിയസ് എന്നോ ഡയാമീറ്ററോ എന്ന് ചോദിച്ച ഇക്വേഷൻ എന്താണ്? എഴുത്. 2r ഈസ് ഈക്വൽ ടു കോഡ് ബൈ സൈൻ തീറ്റ. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? 2r ഈസ് ഈക്വൽ ടു കോഡ് ബൈ സൈൻ തീറ്റ. 2r അതുപോലെ എഴുതി. എ ബി എത്ര? 9. സൈൻ 60 എത്രയാണ്? ഒന്നുമില്ല, ഈ സൈൻ 60 പഠിച്ചു വെക്കുക. സൈൻ 60 പഠിച്ചു വെക്കുക. എത്ര? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 0 പോയിന്റ് സംതിങ് ഉണ്ടാവും, അത് എഴുതി വെച്ചാലും മതി. ഓക്കെ. സോ √3/2. ഇതിൽ ഏതെങ്കിലും 2 2കൾ കട്ട് ചെയ്യും. ഏത് 2 2 കട്ട് ചെയ്യുക? ഈ 2ഉം ഈ 2ഉം. r ഈക്വൽ ടു എത്ര വരും? 9/√3. ഇതിന് എത്ര മാർക്കാ നോക്ക്? എത്ര മാർക്കാ? ഇതിന് എത്ര മാർക്കാ? 3 മാർക്ക്. ഒരു പണിയില്ല. പക്ഷെ സൈൻ 60 എന്താണെന്ന് അറിയണം. ഈ സൈൻ 60 അറിയാത്തവരെന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും സൈൻ 60 എത്രയാണ്? 0 പോയിന്റ് സംതിങ് ആയിട്ട്.
ആ വാല്യൂ എഴുതി വെച്ചാലും മതി. റെഡി അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ ഇത് നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യണാണ്. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ എടാ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും വേണമെന്ന് വിചാരിച്ചിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താണ്? 4. ഗുഡ്. ഉറക്കത്തിലാണെങ്കിലും പറയുന്നുണ്ട്. 60ക്ക് ഓപ്പോസിറ്റ് എന്താ? 4√3. ഈ 45ന് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് എന്തെന്നെ ആയിരിക്കും? ഒരു 45ന് ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് എന്തെന്നെ ആയിരിക്കും? 4. സോ അവിടെ ക്വസ്റ്റ്യൻ PS എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. PS എത്രയാണ് വേഗം പറഞ്ഞു കൊടുക്കണം. 4 എന്നല്ലേ? അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് എഴുതി. ഇതിലെ ബേസ് എത്ര? 8√3 എഴുതാൻ പാടില്ല. 4√3 + 4 എഴുതണം. അവിടെ 8√3 എഴുതി വെച്ച ആളുകളുടെ മാർക്കാണ് കഴിഞ്ഞ ടേമിന് പോയിട്ടുണ്ടാവുക. സോ എന്താ എഴുതേണ്ട? ബേസ് 4√3 + 4 അതാണ് ബേസ്. ബേസ് എന്താന്ന് വെച്ചാൽ 4√3 + 4. ഹൈറ്റ് എന്താ? 4. ഇതിലാരെ കട്ട് ചെയ്യാൻ പറ്റുക? 4നെയും 2നെയും കട്ട് ചെയ്യുക. ആൻസർ എന്താ വരിക? 2. ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ. ഒന്ന് പറഞ്ഞാൽ 2 × 4√3 8√3. 2 × 4 8. ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധം. മനസ്സിലായോ? ഇവിടെ നിങ്ങളെ ആൻസർ തെറ്റും. എവിടേക്ക് നിങ്ങളെ ആൻസർ തെറ്റാൻ സാധ്യത? 4√3 4ഉം കൂടിയിട്ട് എന്ത് എഴുതും? 8√3. അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യുമ്പല്ലേ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആളെ കട്ട് ചെയ്യും. ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആളെ കട്ട് ചെയ്യാൻ പറ്റൂല. പുറത്തുക്കണ ആളെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റൂമിന്റെ ഉള്ളിലുള്ള ആളെ പോയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. പുറത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആളെയാണ് വെട്ടിക്കൊല്ലണ്ടത്. മനസ്സിലായില്ലേ? റെഡി അല്ലേ? സോ ഇതിന് എത്ര മാർക്കാ നോക്ക്? എത്ര മാർക്കാ? അടുത്ത ക്വസ്റ്റ്യൻ എയ്തർ സൈഡ്. ഇത് ഏതാണ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് അറിയോ? 23ല് ബി ആണ് ചെയ്യണത്. 23ല് ബി, എ അല്ല. 23ല് ബി മോഡൽ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുക? രണ്ട് സൈഡിലും ഉണ്ട് അല്ലെ? ഒരു സൈഡിൽ എത്ര ഡിഗ്രിയാണ്, ഒരു സൈഡിൽ എത്ര ഡിഗ്രിയാണ് എന്ന് പറഞ്ഞ. ഒരു സൈഡിൽ എത്ര ഡിഗ്രിയാണ്? 40. മറ്റേ സൈഡിൽ എത്ര ഡിഗ്രിയാണ്? 50. ഇവിടെ കുട്ടിയുടെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് താഴെ കള്ളിപ്പെട്ടി വേണം. കുട്ടിയുടെ ഹൈറ്റ് തന്നോ താഴെ കള്ളിപ്പെട്ടി വരക്കണം. റെഡിയല്ലേ? കുട്ടിയുടെ ഹൈറ്റ് ഉണ്ടോ താഴെ ബോക്സ് വരക്കണം. ഇത്ര വരച്ചു വെക്കുക. രണ്ട് സൈഡിലും ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാലേ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഫിഗറാണ് വരിക. ഇതിന് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? പല വട്ടം പഠിപ്പിച്ചതാണ്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ഇത് എത്രയാണ്? രണ്ടും തമ്മിലുള്ള ഇത് എത്രയാണ്? 10 മീറ്റർ ആണ് കേട്ടോ. ഇത് ടോട്ടൽ 10 ആണ്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? 10 എഴുതുക. ഈ 10 എഴുതുക. പിന്നെ ഏതൊക്കെ എഴുതണ്ട്? tan 40 എഴുതുക. പിന്നെ tan 50 എഴുതുക. എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യുക. ചെയ്യേണ്ട പ്രോസസ് മനസ്സിലായോ? ഇത് നിർബന്ധമായിട്ടും പഠിച്ചോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. പഠിക്കാതിരുന്നിട്ട് കാര്യം ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്? 10 എഴുതുക. 10 എഴുതുക. tan 40 എഴുതുക. tan 50 എഴുതുക. താഴെ അത് പ്രസ് ചെയ്യുക. 10 ഇൻറ്റു tan 40 എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. വാട്ട് ഈസ് tan 40? 1.1. ഞാൻ ഇപ്പോൾ ഒരു പോയിന്റ് എടുക്കണുള്ളൂ. tan 50 0.8. താഴെ tan 40 1.1. താഴെ 0.8. സോ ആദ്യം തന്നെ 10നെ മൾട്ടിപ്ലൈ ചെയ്യരുത്. 1.1ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ് നോക്കുക. 1.1ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണ്? 11 × 8 എത്ര? 88 അല്ലേ? 11 × 8 എത്രയാണ്? 11 × 8 എത്രയാണ്? 88. എത്ര പോയിന്റ് മാറ്റിയിടണം? 2 പോയിന്റ് മാറ്റിയിടണം അല്ലേ?
ബൈ ഇനി താഴെ നോക്ക് 1.1 0.8 കൂട്ടിയാൽ എത്ര 1.9 അല്ലേ അല്ലേ യെസ് 10 × 0.88 എത്ര ഒരു പോയിന്റ് മാറ്റിയിട്ടാ മതി 10 × 0.88 എത്ര 10 × 88 എത്ര 880 അല്ലേ എത്ര പോയിന്റ് മാറ്റിയിടണം 2 പോയിന്റ് 8.8 by 1.9 അല്ലേ 8.8 by 1.9 ഇത്രയാണ് ആൻസർ കിട്ടുക. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യാന്നറിയോ 88നെ 19 തൊട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നിർത്തിയാലും എക്സാമിന് ചിലപ്പോൾ മാർക്കൊക്കെ കിട്ടും 1.9 ഇനി എന്ത് ചെയ്യണം എന്നറിയോ കുട്ടിയുടെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ പ്ലസ് ചെയ്ത് കൊടുക്കണം നിർബന്ധമാണ്. എത്ര പറയുന്നത് 1.9 അല്ലേ 1.5 കുട്ടിയുടെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ പ്ലസ് ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലായോ കുട്ടിയുടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി പ്ലസ് ചെയ്യൽ നിർബന്ധമാണ്. ബുദ്ധിമുട്ടില്ലല്ലോ ഒരു 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞു. ഇത് ചെയ്യാനറിയോ ഇനി കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. ഇതിൽ പി സി ഒന്ന് വേഗം കണ്ടുപിടിച്ചാ എന്താ ഇക്വേഷൻ PC² = AP × PB ഒന്ന് പറഞ്ഞ PC² എന്താ PC² = AP എത്ര 6 × 4 എത്ര 24 PC എങ്ങനെ കാണുക ഇതെങ്ങനെ PC കാണുക √24 ബുദ്ധിമുട്ടില്ലല്ലോ ഈസി അല്ലേ ആ അതിന് വരക്കാനുള്ള കൂടി ഉണ്ട് അതിൽ താഴെ റെക്റ്റാങ്കിൾ വെച്ച് അതേ ഏരിയയുള്ള സ്ക്വയർ വരക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതും കൂടി മാർക്ക് ടോട്ടൽ 5 മാർക്ക്. ഈ ക്വസ്റ്റ്യനും വെരി സിമ്പിൾ ആണ് കേട്ടോ. ഇതിപ്പോ ചെയ്യണില്ല സമയമില്ലാത്തോട്ട് ചെയ്യണില്ല. ഈ ക്വസ്റ്റ്യൻ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ മൈനസ് ചെയ്യണ ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടോ ആദ്യം ചെയ്യും. ഇതിന്റെ പെരിമീറ്റർ എത്ര ഒന്ന് പറഞ്ഞ 6 × 8 = 10 എത്ര 6 × 8 14 14 × 10 24 ഇതിന്റെ സെമി പെരിമീറ്റർ എത്ര കാരം 12. മനസ്സിലായോ സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. ഈ AP AR കാണാനുള്ള ട്രിക്ക് എന്താ സെമി പെരിമീറ്റർ എഴുതുക. AP AR കാണാൻ പറഞ്ഞാൽ സെമി പെരിമീറ്റർ എഴുതുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് മൈനസ് ചെയ്യാം. മനസ്സിലായോ AP AR കാണാൻ പറഞ്ഞാലേ സെമി പെരിമീറ്റർ എഴുതുക 12 അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് മൈനസ് ചെയ്യാം. മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഈ BPയും BQയും കാണാനുള്ള ട്രിക്ക് ഒന്ന് പറഞ്ഞ BQ കാണാനുള്ള ട്രിക്ക് പറഞ്ഞ സെമി പെരിമീറ്റർ എഴുതുക ഏതാ മൈനസ് ചെയ്യണ്ടത് 8 ഗുഡ്. മനസ്സിലായോ അടുത്തത് ഇതിലൊന്നും കൂടി ഉണ്ട് ഒരു മെഷറും കൂടി ഉണ്ട്. ഏതാ മെഷർ CR-ഉം CQ-യും ഈ CR-ഉം CQ-യും കാണാൻ പറഞ്ഞ എന്താ ചെയ്യുക 12 6 വർക്ക് എത്ര സെമി പെരിമീറ്റർ എന്നാണ് ഒക്കെ മൈനസ് ചെയ്യേണ്ടത്. റെഡിയാണോ ഇത് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുക ഇത് സ്ക്വയർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക ഇതൊരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുക ഇത് 90 ആണ് ഇതും ഈക്വൽ ആണ് ഇത് സ്ക്വയർ ആണെന്ന് എഴുതി വെക്കുക. ഓക്കെ അല്ലേ ബുദ്ധിമുട്ടില്ലല്ലോ